അപ്പൊ ഫ്രണ്ട്സ്, ബിഗ് ബോസിന് ശേഷം ആദില ആൻഡ് നൂറ വലിയൊരു കോൺട്രിവേഴ്സിയിൽ ചെന്ന് എത്തിയിരിക്കുകയാണ്. അതായത് അവരുടെ പ്രശ്നം കൊണ്ടല്ല, നമ്മൾ ഈ തമ്പനയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ വീട്ടിൽ കയറി ചെന്നു നാറ്റിച്ചു എന്ന് പറയേണ്ടി വരും. ആ ഒരു രീതിയിലുള്ള അവസ്ഥയാണ് അവരിപ്പോ നേരിട്ടിരിക്കുന്നത്. നമുക്കറിയാം, ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ലക്ഷ്മി ഒരു പരാമർശം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവരെ വീട്ടിലേക്ക് ഞാൻ കയറ്റില്ല, കാരണം ഞാൻ ഇവരുടെ കാര്യങ്ങളോട് യോജിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന്. അതൊക്കെ കണ്ടിട്ടാണോ എന്നറിയില്ല, നമ്മുടെ ഫൈസൽ മലബാർ ഗോൾഡിന്റെ ഹൗസ് വാമിംഗ്. അപ്പോൾ ആ ഹൗസ് വാമിംഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകലമാന ആൾക്കാരും പങ്കെടുത്തിട്ടുണ്ട്. സിനിമ ഫീൽഡിലായിക്കോട്ടെ, വേറെ ബിസിനസ് ഫീൽഡിലായിക്കോട്ടെ, അങ്ങനെ പല ആൾക്കാരും വരുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിലുള്ള ഒരുപാട് ആൾക്കാർ അതിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലുള്ളതും ഈ സീസണിലുള്ള ആൾക്കാരും എല്ലാ ആൾക്കാരും, ലക്ഷ്മി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റസ്മിൻ ബായി, അതുപോലെ തന്നെ ആദില നൂറ, അതുപോലെ തന്നെ എന്താ പറയണ്ടേ, അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടായിരിക്കുമല്ലോ ഡെഫിനറ്റ്ലി ഇവർ കയറി പോവാ. അല്ലെങ്കിൽ നാട്ടുകാർ മുഴുവൻ വെറുതെ ഇയാളുടെ വീട്ടിലോട്ടേക്ക് ഹൗസ് വാമിങ്ങിനായിട്ട് പോകില്ലല്ലോ. ഒരു ഇൻവിറ്റേഷൻ എന്തായാലും ആരുടെങ്കിലും കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇവർക്ക് ഇതിലോട്ടേക്ക് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഹിന്ദി ആക്ടേഴ്സ് ഉണ്ട്, ഫിലിം ആർട്ടിസ്റ്റുകളുണ്ട്, അങ്ങനെ നിരവധി പേര് ഓടി എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ റീലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, അവരെ നല്ല രീതിയിൽ സ്വീകരിക്കുക, അവരുടെ അടുത്ത് വെൽക്കം ചെയ്യുക, അവരെ വീട്ടിൻ്റെ ഉള്ളിലോട്ടേക്ക് അകത്തോട്ടേക്ക് വിടുവും. അതിനിടയിൽ ആദ്യം പറയുന്നുണ്ട് താങ്ക് യു ഫോർ ദ ഇൻവിറ്റേഷൻ എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പൊ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഈ ക്ലിപ്സ് ഒക്കെ വന്നതിന് ശേഷം ആദില നൂറേനെ ഹെയ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇവർക്കെതിരെ തിരിഞ്ഞു. സോ ഡെഫിനറ്റ്ലി ബിസിനസ്സുകാരാണ്, അപ്പോൾ ബിസിനസ്സിനെ ബാധിക്കും എന്നുള്ള തരത്തിലോട്ടേക്ക് വരെ രീതിയിൽ കമന്റ്സ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഇവർ വീട്ടുകാരെ ധിക്കരിച്ച് വന്നതാണ്, ഇവർക്ക് സമൂഹത്തിന് മാതൃക നൽകാത്തവരാണ്. പക്ഷെ ഇവരുടെ റിയൽ സ്റ്റോറി എന്താണ്, ഇവരെങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്, ഇവരെന്തൊക്കെയാണ് വീട്ടുകാരുടെ നിന്ന് അനുഭവിച്ചത് എന്നൊക്കെ ഇവർ മുമ്പേ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊന്നും അറിയാത്ത ഒരു കൂട്ടം ആൾക്കാരങ്ങ് വയലന്റ് അറ്റാക്ക് അങ്ങ് ചെയ്യുക. അപ്പൊ ഈ അറ്റാക്കിൽ ഇദ്ദേഹം വരണ്ടു, അല്ലെങ്കിൽ ഏതോ ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഉള്ള ഒരു പോസ്റ്റ് ഇടണം എന്ന് പറഞ്ഞു. അപ്പൊ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നാണം കെടുത്തുന്ന തരത്തിലുള്ള പോസ്റ്റാണ്. ആ പോസ്റ്റ് ഞാൻ അവിടെ സൈഡിൽ കൊടുക്കാം. സ്വന്തം അറിവോട് കൂടിയല്ല ഇവർ വീട്ടിലോട്ടേക്ക് കയറി വന്നതെന്ന രീതിയിൽ പറഞ്ഞതുപോലെ, അതായത് വലിഞ്ഞു കയറി വന്നതാണ്, ഫുഡ് അടിക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ള ഒരു തരത്തിലോട്ടേക്കായി. ഇത് ആദില നൂറയ്ക്കും കൂടി ഒരു പാടാണ്. ബാക്കിയുള്ളവരിങ്ങനെ വിളിച്ച് കയറ്റി അല്ലെങ്കിൽ മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ വൈറൽ വീഡിയോ ഇടാൻ വേണ്ടി ഓരോന്നൊക്കെ വിളിക്കുമ്പോൾ എല്ലായിടത്തും വലിഞ്ഞു കയറി പോവാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അത്രയും സോളിഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാളുടെ വീട്ടിൽ പോകുന്ന പോലെയല്ല ആരെങ്കിലും ഒരാൾ ഇൻവിറ്റേഷൻ തന്ന് വെറുതെ സെലിബ്രിറ്റീസിനെ വിളിക്കുന്നത് പോലെ കയറി പോകുന്നത്. ഇതുപോലെയുള്ള അപമാനങ്ങൾ ഏൽക്കേണ്ടി വരും. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു നല്ല പ്രൊഫഷനും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പൊ അതൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണ്, അല്ലെങ്കിൽ വാല്യൂ നിങ്ങൾക്ക് തരുന്ന ഒരാളാണെന്നുള്ള സ്ഥലത്തോട്ടേക്ക് മാത്രം നിങ്ങൾ പോകാൻ വേണ്ടി ശ്രമിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് പേഴ്സണലി നല്ലത്. അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഇതുപോലുള്ള കോൺട്രിവേഴ്സീസും സ്വയം നാണം കെടേണ്ട അവസ്ഥ വരും. ഇപ്പൊ ആ പോസ്റ്റ് തന്നെ, ഇപ്പം ഇദ്ദേഹം ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റ് തന്നെ പിൻവലിച്ചു എന്നാണ് പറയുന്നത്. ആ പോസ്റ്റ് മുക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്കറിയില്ല എന്ത് ബേസിസിലാണ് ഇവർക്കെതിരെ മാത്രം ഇങ്ങനെ തിരിഞ്ഞൊരു പോസ്റ്റ് ഇടേണ്ടത് എന്നുള്ളത്. കാരണം അതിൽ തന്നെ ഹൗസ് വാമിങ്ങിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വരെ അതിൽ വന്നിട്ടുണ്ട്, കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നോക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരാളെ വീട്ടിലേക്ക് വിളിക്കുക, വീണ്ടും അത് ഏതെങ്കിലും ആൾക്കാരുടെ ഇതൊക്കെ കേൾക്കുന്നത്തേക്കും നിലപാട് മാറ്റുക, അതുപോലെ തന്നെ വീണ്ടും അതിനെ കൊണ്ട് പോസ്റ്റ് ഇടുക. അത്രയും വലിയൊരു അപമാനം വേറെ കേൾക്കാനില്ല. അപ്പൊ ആ ഒരു തരത്തിൽ പല കാര്യവും ഇപ്പൊ അതിൽ നൂറ അനുഭവിച്ചു കഴിഞ്ഞത്. ഇവർക്ക് തന്നെ സ്വയമായിട്ടുള്ള ഒരു പാടാണ്. ബാക്കിയെല്ലാം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, ഇതാണ് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് നടന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇപ്പോൾ ആ ക്ലിപ്സും കാര്യങ്ങളെല്ലാം നോക്കിയാൽ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പോസ്റ്റും എല്ലാം തന്നെ സംഭവങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഇൻസിഡന്റിനെ കൊണ്ട് തോന്നുന്നത്? നിങ്ങൾ ആദില നൂറേനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ കയറ്റാൻ പറ്റാത്തവരാണോ? ഇനിയിപ്പോൾ കയറ്റി കഴിഞ്ഞ് ഇങ്ങനെ വന്ന് പറയേണ്ട ആവശ്യമുണ്ടോ അവരെ നാണം കെടുത്താൻ വേണ്ടിയിട്ട്? അപ്പോൾ വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ഗൈസ് ആൻഡ് ബൈ ബൈ.